ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. ശ്യാമ തങ്ങിയിരിക്കുന്ന ആശ്രമത്തിലെ കുട്ടികളെല്ലാവരോടും ഇങ്ങനെ ബോൾ തട്ടി കളിക്കുക. അപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ബോൾ ആ കുളത്തിലോട്ട് വീണ് ആ കുട്ടികൾ എങ്ങനെയാണ് ബോൾ എടുക്കാമെന്ന് ഇങ്ങനെ ചിന്തിച്ച് പല പണികളും നോക്കുന്നുണ്ട്. ഒരു കുട്ടി പറയുന്നുണ്ട്, ഞാൻ ചാടി എടുക്കാം. അയ്യോ വേണ്ട കുട്ടേട്ടാ, ആ ഊർമിളാദേവി എങ്ങനെ കണ്ട നല്ല അടി തരും നമുക്ക് എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഈ സമയത്ത് ശ്യാമ ആരോടും മിണ്ടാതെ ഇങ്ങനെ തനിച്ച് എവിടെയോ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. മീനാക്ഷി എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു വടിയൊക്കെ എടുത്തുകൊണ്ട് ആ ബോൾ ഇങ്ങനെ തള്ളി എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആശ്രമത്തിലെ 2-3 അമ്മമാരിങ്ങനെ കൂടിയിരുന്ന് സംസാരിക്കുക. അതിലൊരമ്മ പറയുന്നുണ്ട്, ശ്യാമയെ നോക്കിയിട്ട് ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ അതിൻ്റെ അടുത്ത്. അയ്യോ നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ, നീ ഇവിടെ കാണാൻ ഇരിക്ക് എന്നിങ്ങനെ മറ്റൊരമ്മ പറയുക. ആ ഇരിപ്പ് കണ്ടിട്ട് പാവം തോന്നും, എന്നാലും അങ്ങനെയല്ലല്ലോ, ഞാനൊന്ന് പോയിട്ട് വരാം എന്നും പറഞ്ഞ അമ്മ ശ്യാമയുടെ അടുത്തോട്ട് വരുവാണ്. എന്താ ആലോചിച്ചിരിക്കുന്നേ, ചോദിച്ചത് കേട്ടില്ലേ, ആരെങ്കിലും ദൂരേന്ന് വരാനുണ്ടോ? ശ്യാമ ഒന്നും മിണ്ടുന്നില്ല. ആ അമ്മ അങ്ങ് പോയി. ഈ സമയത്ത് ബോൾ എടുക്കാൻ ശ്രമിച്ച മീനാക്ഷി കുളത്തിലങ്ങ് വീണു. അയ്യോ എൻ്റെ അമ്മയെന്ന് വിളിക്കുന്നു. അവിടെ ഇരുന്ന അമ്മമാരും മറ്റുള്ളവരും ഒക്കെ ഇങ്ങനെ അയ്യോ കുഞ്ഞു കുളത്തിൽ വീണല്ലോ എന്നിങ്ങനെ വെപ്രാളം പിടിച്ചുകൊണ്ട് ഓടി വരുവാണ്. അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി പറഞ്ഞേ, ഈ കൊച്ചിനെ ഒന്ന് രക്ഷിക്കണേ എന്നൊക്കെ അവർ വിളിച്ചു പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ശ്യാമ ഇതൊന്നും കേട്ട ഭാവമില്ല. ശ്യാമ അത് കണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് ശ്യാമ ആ കുളത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് അകത്തോട്ട് ചെന്ന് ആ കൊച്ചിനെ എങ്ങനെയൊക്കെയോ രക്ഷിച്ച് കൊണ്ടുവരുവാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നമ്മുടെ ശ്യാമയെ താങ്ങി പിടിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ശ്യാമ അങ്ങനെ തളർന്ന് കിടക്കുവാണ്. ആശ്രമത്തിലെ സ്വാമി എന്തൊക്കെയോ പച്ചില മരുന്നുകളൊക്കെ ഇങ്ങനെ പിഴിയുന്നുണ്ട് ശ്യാമയ്ക്ക് കൊടുക്കാനായിട്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ഊർമിള അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ശങ്കർജി എന്നാണ് ആശ്രമത്തിലെ സ്വാമിയുടെ പേര്. അദ്ദേഹം ശ്യാമയ്ക്ക് ആ മരുന്നൊക്കെ ഇങ്ങനെ വായിൽ ഒഴിച്ചു കൊടുത്ത് ആ കുട്ടി എങ്ങനെയുണ്ട്, മീനാക്ഷി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. മീനാക്ഷിക്ക് കുഴപ്പമൊന്നുമില്ല, മീനാക്ഷി പുറത്തിരിപ്പുണ്ട് എന്നിങ്ങനെ ആ ഊർമിള പറയുന്നുണ്ട്. ഊർമിളയെ ആ കുട്ടികൾക്കെല്ലാം പേടിയാണെന്ന് തോന്നുന്നു. ആ കുട്ടികൾ മീനാക്ഷിയോട് പറയും, അയ്യോ ഞങ്ങൾക്ക് ഇന്ന് നല്ല വഴക്ക് കിട്ടും, അയ്യോ നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ ശങ്കർജിയോട് പറഞ്ഞോളാം, നിങ്ങളെ ആരെയും വഴക്ക് പറയല്ലേ എന്ന്. ആ കള്ളി ഊർമിള ശങ്കർജിയോട് പറയാം. കുളക്കരയിൽ എല്ലാവരും സംശയിച്ച് നിൽക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ കൂടെ ആരാ ചാടിയെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്തോ ഒന്ന് ഞങ്ങൾക്കിടയിൽ കൂടെ പോയെന്നാ ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ കുറച്ചു കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് പൊന്തി വന്നപ്പോഴാ മുഖം ഞങ്ങൾ കണ്ടത്. ശങ്കർജി പറയാ, ഉയർന്നു കേട്ടതൊരു കുഞ്ഞിന്റെ നിലവിളിയാണ്. അത് വന്നു വീണത് അമ്മയുടെ കാതിലും. അതിന്റെ റിയാക്ഷനാണ് ഏഞ്ചൽ മേരി കാണിച്ചത്. ദൈവമേ, ആ ഊർമിളയുടെ മുന്നിൽ വെച്ചാ പറയുന്നത്, ഇവളിനി വീണ്ടും മരുന്ന് കുത്തിവെക്കുമല്ലോ ഈ ശ്യാമയ്ക്ക്. പുറത്തിരുന്നവർ ഒരുപാട് സംസാരിച്ചിട്ടും ഒന്നും മിണ്ടിയിട്ടില്ല ഏഞ്ചൽ മേരി. ശങ്കർജി പറയാ, വാക്കുകൾ ഇല്ലാഞ്ഞിട്ടല്ല, മൗനത്തിൽ അഭയം തേടുവാണ്. ജീവിതത്തിൽ ഒരുപാട് പേടിച്ചവർ സ്വയം തീർക്കുന്ന ഒരു കവചമാണ്. ശ്യാമ പതുക്കെ കണ്ണു തുറക്കുന്നുണ്ട്. സ്വാമി ഏഞ്ചൽ ഏഞ്ചൽ എന്ന് വിളിക്കുന്നു. അയ്യോ എൻ്റെ മോളെവിടെ എന്നൊക്കെ ഇങ്ങനെ ശ്യാമ വിളിച്ചു പറയുക. മീനാക്ഷിക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ പുറത്തുണ്ട്. എൻ്റെ മോളെവിടെ പറഞ്ഞ് ശ്യാമ ആ കുട്ടികളുടെ അടുത്തോട്ട് ഓടി വരുവാണ്. അയ്യോ എൻ്റെ മോളെ എന്നും പറഞ്ഞ് മീനാക്ഷിയെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് മുത്തമൊക്കെ കൊടുക്കുക. ശങ്കർജിയും ആ ഊർമിളയും മറ്റു സ്റ്റാഫും കൂടെ അങ്ങോട്ട് ഓടി വന്ന് നോക്കുമ്പോൾ ശ്യാമ ആ കുഞ്ഞിനെ ഒരു അമ്മ മകളെ ലാളിക്കുന്ന പോലെ ലാളിക്കുന്നതാണ് കാണുന്നത്. അമ്മ പറഞ്ഞിട്ടില്ലേ ആ കുളക്കരയിലെങ്ങും പോയി നിൽക്കരുതെന്ന്, എന്താ എൻ്റെ മോള് കേൾക്കാഞ്ഞത്? അതൊക്കെ അപകടമല്ലേ, എന്തെങ്കിലും പറ്റിപ്പോയാലോ എന്നും പറഞ്ഞ കുഞ്ഞിനെ ഇങ്ങനെ മാറോടെ ചേർത്ത് പിടിക്കുവാണ്. അമ്മയ്ക്ക് പിന്നെ ആരാ ഉള്ളത്, എൻ്റെ മോളിനി പോകാൻ പാടില്ല കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ശങ്കർജിക്ക് വല്ലാത്ത സന്തോഷം. പക്ഷേ ആ ഊർമിളക്കള്ളി അവിടെ നിൽക്കുന്നുണ്ട്. ശ്യാമ ഇപ്പം ഏതോ വേറൊരു ലോകത്താണ്. എൻ്റെ മോള് തനിച്ചിനി പോകല്ലേ, അമ്മയോട് പറഞ്ഞാൽ അമ്മ ബോളെടുത്ത് തരില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ കുഞ്ഞിനെ അങ്ങ് ചേർത്ത് പിടിക്കുക. ശങ്കർജി ആ ഊർമിളയോട് പറയാം, അമ്മയും മകളും എന്നുള്ളത് പ്രകൃതി കൊടുക്കുന്ന ഒരു പദവിയാണ്. അതിൻ്റെതായ ചില നിറങ്ങളുണ്ട്. ആ നിറങ്ങളുടെയൊക്കെ കൂടിക്കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് നിറമുണ്ടായിട്ട് എന്ത് കാര്യം ശങ്കർജി? ആ കൂടെ നിൽക്കുന്ന ആരാണെന്ന് ഇതുവരെ ശങ്കർജിക്ക് മനസ്സിലായില്ലല്ലോ. ഈ നിറവെല്ലാം ഇപ്പം തന്നെ ആ ഊർമിള നശിപ്പിക്കും. അവരങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ, ശല്യപ്പെടുത്തണ്ട എന്ന് ഊർമിളയോട് പറയുന്നു. പക്ഷേ ഊർമിളയുടെ മുഖം കറുത്തിരുണ്ട് വരുന്നുണ്ട്. അവളുടെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമോ? നമ്മുടെ ആറ്റുവാശ്ശേരിയിൽ നമ്മുടെ ജയഭാരതി മുത്തശ്ശിയും യശോദയും രാധികയും എന്തൊക്കെയോ മസാലകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. യശോദ പറയാം, വേണ്ട ഈ മസാല ഇടിക്കുന്ന പരിപാടി ഇന്നത്തോടെ നിർത്തിക്കണം, നാളെ മുതലേ മസാലപ്പൊടി വാങ്ങിച്ചാൽ മതി. അതെന്താ അമ്മ ഇപ്പം ഇങ്ങനെ മാറ്റി പറഞ്ഞത്? നമ്മൾ മസാല വറക്കുന്നതിലും പൊടിക്കുന്നതിലും ഒരു മാറ്റം വരുത്തില്ലെന്നാണല്ലോ അമ്മയെന്ന് പറഞ്ഞത് രാധികെ. പക്ഷെ മാറേണ്ട കാര്യങ്ങൾ മാറിയല്ലേ പറ്റൂ. അമ്മ ഇപ്പം മാറേണ്ട കാര്യം എന്തുവാ? ആരെങ്കിലും അമ്മയോട് പറഞ്ഞോ ഭക്ഷണം ഒരുപാട് നന്നായിട്ടുണ്ട്, അതുകൊണ്ട് ഇത്രയധികം നന്നാക്കണ്ടെന്ന്?
എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ 3-4 തവണ നിന്നോട് ചോദിച്ചല്ലോ മോളിങ്ങോട്ട് മാറുന്നില്ല, ഞാനിതൊക്കെ ഇടിക്കാവുന്നു. എന്നിട്ട് ഈ മസാല ഇടിക്കാൻ നീ എൻ്റെ കയ്യിലോട്ട് തന്നോ? ഒരാൾ മാത്രമായിട്ട് അങ്ങനെ ജോലി ചെയ്യണ്ട, എല്ലാവർക്കും കൂടെ ചെയ്യാവുന്ന ജോലികൾ ചെയ്താൽ മാത്രം മതി. എൻ്റെ അമ്മയുടെ പ്രശ്നം ഇപ്പോൾ എന്താ? അമ്മ കുറച്ചു നേരം ഒന്ന് വെറുതെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അമ്മ സമ്മതിക്കുന്നില്ല, അതല്ലേ? അതെന്താ രാധികെ, അപ്പം നിനക്ക് വെറുതെ ഇരിക്കണ്ടേ? നീ യന്ത്രമൊന്നും അല്ലല്ലോ. നമ്മുടെ ജയഭാരതി അമ്മ പറയുക, അമ്മയും മോളും തമ്മിലുള്ള വഴക്കൊക്കെ എന്ന് അവിടെ നിൽക്കട്ടെ, ഇവിടെ ആര് പണിയെടുക്കണം ആര് പണിയെടുക്കണ്ട എന്നുള്ള ചർച്ചയൊക്കെ അവിടെ നിൽക്കട്ടെ. ഉള്ള കാലത്ത് നമ്മളാലാവുന്ന ചെയ്യാവുന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഇടിക്കാനും പൊടിക്കാനും ഒന്നും രാധിക തരുന്നില്ലെങ്കിൽ നീ വേറെ എന്തെങ്കിലും പോയി ചെയ്യ്. എന്തായാലും വെറുതെ ഇരിക്കണ്ട, വെറുതെ ഇരുന്നാൽ മനുഷ്യരങ്ങ് വീഴും. പിന്നെ എത്ര ആഗ്രഹിച്ചാലും എഴുന്നേറ്റ് നടക്കാനും പറ്റില്ല. അമ്മേ, ദാണ്ട മുത്തശ്ശി പറഞ്ഞത് കേട്ടല്ലോ, അമ്മ എന്ത് ജോലി വേണമല്ലോ എടുത്തോ, ഞാൻ തടസ്സം വരാൻ നിൽക്കുന്നില്ല. ഇനി എൻ്റെ അമ്മയ്ക്ക് ജോലിയെടുത്ത് കിട്ടുന്ന ആരോഗ്യം ഞാനായിട്ട് തട്ടിപ്പറിച്ചു എന്ന് പറയണ്ട. നീ നോക്കിക്കോടി പെണ്ണെ, നീ ഭക്ഷണം കൊടുത്തിട്ട് വരുമ്പോഴേക്കും ഞാൻ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ജയഭാരതി അമ്മ അത് കേട്ടിട്ട് പറ, യശോദ അങ്ങനെ ചെയ്താൽ ഇവള് പിന്നെ തലേ ദിവസം ചെയ്യേണ്ട പണി കൂടെ ചെയ്യാൻ നോക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിക്കാതിരിക്കുന്നതാ നല്ലത്. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും മാറിയും തിരിഞ്ഞും ചെയ്യാം. ഇന്നത്തെ ഇടിക്കുന്നേയും പൊടിക്കുന്നേയും ജോലി വേണമെങ്കിൽ നീ അങ്ങ് എടുത്തോ, ഞാൻ നേണ്ട വിട്ടു. പക്ഷെ നാളെ ഈ ഒരലിൻ്റെ അടുത്തോട്ട് പോലും നീ വന്നു പോയേക്കരുത് എന്നിങ്ങനെ സ്നേഹത്തോടെ യശോദ രാധികയോട് പറയുക. നാളത്തെ കാര്യമല്ല, ഞാൻ സമ്മതിച്ചു, അമ്മ ഇങ്ങോട്ട് വാ. നാളത്തെ കാര്യമെന്ന് പറയുന്നത് ഇരുട്ടി വെളുക്കുന്ന നേരവേ ഉള്ളു. അപ്പോൾ രാധികയ്ക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുത്തൻ പറയുന്നുണ്ട്, നാളത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം അതെനിക്കറിയാം ചേട്ടാ, 40 പേർക്കുള്ള ഭക്ഷണമല്ലേ, അത് ഞാൻ റെഡിയാക്കുന്നുണ്ട്. അയ്യോ രാധിക, അതിലൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഈ ഭക്ഷ്യവിഷബാധയെക്കുറിച്ച് പത്രത്തിൽ വാർത്തയും റിപ്പോർട്ടും ഒക്കെ വന്നതുകൊണ്ട് ചില ആളുകൾക്ക് താല്പര്യക്കുറവുണ്ട്. അതുകൊണ്ട് അവർക്ക് ആറ്റുവാശ്ശേരി സദ്യ വേണ്ടാന്നാ പറഞ്ഞത്. എന്താ ചേട്ടാ, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് അതേ മീഡിയക്കാർ തന്നെ പറഞ്ഞതല്ലേ? അതൊക്കെ പറഞ്ഞു, പക്ഷെ ആളുകൾ ചോദിക്കുന്ന ഉള്ളിലോട്ട് കഴിക്കേണ്ട സാധനമല്ലേ എന്ന്. വെറുതെ ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കണോ എന്ന. രാധിക, ഞാനിപ്പോൾ സത്യം പറഞ്ഞാലേ, ഈ സദ്യയ്ക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ വാശി പിടിച്ചാൽ ഞങ്ങളൊക്കെ പരസ്പരം സ്പ്ലിറ്റായി പോവും. അതുകൊണ്ട് തൽക്കാലം ഇത് വേണ്ടെന്ന് വെക്കാനേ നിവർത്തിയുള്ളൂ. അയ്യോ ചേട്ടാ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. അയ്യോ ഇല്ല രാധിക, ഇത് കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. ഇത് അറിയിക്കേണ്ടത് എൻ്റെ ഒരു മര്യാദയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അറിയിച്ചത്. എന്താ മോളെ എന്നിങ്ങനെ അവർ ചോദിക്കുമ്പോൾ, നാളത്തെ ഫുഡ് കൊടുക്കേണ്ട ആളാ വിളിച്ചത്. 40 ഊണ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അവർക്ക് നമ്മുടെ ഫുഡ് വേണ്ടാന്ന്. എന്ത് ചെയ്യാനല്ലേ, ഭക്ഷ്യവിഷബാധയേറ്റ ടീമല്ലേ. ഇനി നമ്മൾ ഈ ചിറക് മുളച്ച് പറക്കാൻ കുറച്ച് സമയമെടുക്കും. രാധിക ആകെ തകർന്നുപോയി. ആരോടും മത്സരിക്കാതെ ഒരു കാര്യം ചെയ്ത് അത് ഭംഗിയായിട്ട് നടന്നു പോവുകയും ചെയ്തു. എന്നിട്ടും തോറ്റുപോയല്ലോ മുത്തശ്ശി. എൻ്റെ ദൈവമേ, എന്ത് കഷ്ടമായത്. മനസ്സാവാച അറിയാത്ത കാര്യത്തിന് വേണ്ടിയാണല്ലോ ശിക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ ശ്യാമയാണെങ്കിൽ ആ കുഞ്ഞ് ഉറങ്ങുന്നിടത്ത് പോയിരിക്കുക. അത് കണ്ടോണ്ട് ഊർമിള വന്നിട്ട്, ഏയ് നീ എന്താ ഇവിടെ ഇരിക്കുന്നേ, എഴുന്നേറ്റ് മുറിയിൽ പോ, കുഞ്ഞു ഉറങ്ങുക, തനിച്ചെങ്ങനെ ഇവിടെ കിടത്തിയിട്ട് പോകുന്നത്? ഏഞ്ചൽ പോയി റെസ്റ്റ് എടുത്തോളൂ, ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം. ശ്യാമ അല്പം ദേഷ്യത്തോടെ, കുഞ്ഞിനെ എന്തിനാ വേറെ ഒരാൾ നോക്കുന്നത്, ഞാനിവിടെ ഇരിക്കുവല്ലേ, എപ്പോഴത്തേം പോലെ ഊർമിള എഴുന്നേൽക്കാൻ പറഞ്ഞില്ലേ എന്നിങ്ങനെ ദേഷ്യത്തോടെ ശ്യാമയോട് ചോദിക്കും. ശ്യാമ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും തൻ്റെ ഊർമിള കണ്ണങ്ങ് താഴ്ത്തി. അപ്പോൾ ശങ്കർജി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഊർമിളെ? ശ്യാമ പറയാ, കുഞ്ഞു ഉറങ്ങുമല്ലേ, ഞാൻ എഴുന്നേറ്റ് ഇവിടുന്ന് പോയാലേ കുഞ്ഞ് കരയും, അതുകൊണ്ട് ഇവരോട് പോകാൻ പറ. ശങ്കർജി ഊർമിളയെ വിളിച്ചോണ്ട് അങ്ങ് പോകുക. ശ്യാമയാണെങ്കിൽ അവിടെ മനസ്സിനുള്ളിൽ അവളുടെ മകൾ രാധികയാണെന്നുള്ള ചിന്തയാണെന്ന് തോന്നുന്നു. അതേ വാത്സല്യത്തോടാണ് ആ കുഞ്ഞിനെ ഇങ്ങനെ തടവുന്നതും സ്നേഹിക്കുന്നതും. ശങ്കർജി ഊർമിളയോട് പറയുന്നു, ഊർമിളെ, ഞാൻ പറഞ്ഞിട്ടില്ലേ ആരോടും ശബ്ദം ഉയർത്തരുതെന്ന്. ജീവിതത്തിലെ അതികഠിനമായ പരീക്ഷണങ്ങൾ കടന്നുപോയവരെ അവരാണ് നമ്മുടെ മുന്നിൽ എത്തുന്നത്. അവരുടെ മനസ്സ് വേദനിക്കാൻ ചെറിയൊരു കാരണം മതി. ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാവരുത്. ശങ്കർജി, ആ ഊർമിള ആരാന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അവളെ ആശ്രമത്തിൽ നിന്ന് ഓടിച്ചു വിട്. ഏഞ്ചൽ മേരിക്ക് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഏഞ്ചൽ മേരിയെ ഒരു തടവുകാരിയായി നമ്മൾ കണ്ടാൽ പിന്നെ അതൊരിക്കലും പറയാനും പോകുന്നില്ല. നമുക്ക് ഏഞ്ചൽ മേരിയെ സാധാരണ മാനസികാവസ്ഥയിലോട്ട് കൊണ്ടുവരണം. ആരോടായി പറയുന്നത്? ശ്യാമയെ വിറ്റ കാശും മേടിച്ചോണ്ടിരിക്കുന്നവളോടാ പറയുന്നത്. ഏഞ്ചൽ മേരിക്ക് പഴയ കാര്യങ്ങൾ നമ്മളോട് പറയാൻ പറ്റണം. അപ്പോൾ ഏഞ്ചൽ മേരി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അത് ചെയ്യാൻ നമ്മൾ അനുവദിക്കണം. എന്തായാലും ഏഞ്ചൽ മേരിക്ക് ആ കുഞ്ഞിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് അത് നമുക്ക് വ്യക്തമായല്ലോ. അത്രയും ആൾക്കാർ നോക്കി നിൽക്കെ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ഏഞ്ചൽ മേരി വെള്ളത്തിലോട്ട് ചാടുന്നു. അത് കഴിഞ്ഞ് അവൾ സ്വന്തം കുഞ്ഞിനെ പോലെ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇരിപ്പ് ഇപ്പോൾ കാവലിരിക്കുന്നു. അതിൻ്റെയൊക്കെ അർത്ഥം ഏഞ്ചലിന്റെ ജീവിതത്തിൽ ഇതേപോലൊരു കുഞ്ഞുണ്ടെന്നുള്ളതാണ് അർത്ഥം. അതൊരു പക്ഷേ ഏഞ്ചലിനെ കൂട്ടിക്കൊണ്ട് വന്നവർക്ക് പോലും അറിയണമെന്നില്ല.
പക്ഷെ നമുക്കത് കണ്ടെത്തണം. ഏഞ്ചലിന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഉണക്കി കൊടുക്കണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നല്ലതുപോലെ ഇവളിപ്പോൾ ഡ്യൂട്ടി ചെയ്യും. അതുകൊണ്ട് ഊർമിളെ, ഏഞ്ചലിന്റെ വഴിക്ക് വിടുക. നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തടത്തോളം കാലം ഏഞ്ചൽ ആ കുഞ്ഞിന്റെ അടുത്ത് തന്നെ ഇരുന്നോട്ടെ. അതിൻ്റെ കൂടെ സമയം ചിലവഴിച്ചോട്ടെ. ഒരു പ്രശ്നവും ഇല്ല. അമ്മയാകുന്നതും മകളാകുന്നതും ഒക്കെ എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. അതൊക്കെ ഒരു പുണ്യപ്രവൃത്തിയാണ്. അതുകൊണ്ട് എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാം. ശ്യാമ ആ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. ആറ്റുവാശ്ശേരിയിൽ യശോദയും വിളിച്ച് ഓരോരുത്തർ ഓർഡർ ക്യാൻസൽ ചെയ്യുക. അവരാകെ സങ്കടത്തില്. വലിയ വലിയ ഓർഡറുകളൊക്കെ രാധികയെ വിളിച്ച് നേരിട്ട് അവർ ക്യാൻസൽ ചെയ്യുവാമേ. 2ഉം 3ഉം ഒക്കെ വാങ്ങിച്ചവരാ ഈ നമ്പറിൽ വിളിക്കുന്നത്. ഇനി എന്താ യശോദയെ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ എന്നിങ്ങനെ നമ്മുടെ ജയഭാരതി അമ്മ ചോദിക്കുക. ആ സമയത്ത് ഒരു സ്ത്രീ വാതക്ക് വന്ന് നിന്നോട്ട് ചോദിക്കുന്നത്, രാധിക മോളില്ലേ? രാധിക വന്നിട്ട് ചോദിക്കുന്നത്, എന്താ ചേച്ചി? അല്ല മോളെ, നാളത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നമുക്ക് തുടങ്ങണ്ടേ? അപ്പോൾ രാധികയോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് വന്നത്. അവരുടെയും വയറ്റിപ്പഴപ്പാണ് ദാണ്ട സാറ മുടക്കിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, മാന്യമായി ജോലി ചെയ്തിരുന്ന ഇവരുടെയൊക്കെ വയറ്റിപ്പഴപ്പ് ആ സാറ നശിപ്പിച്ചിരിക്കുവാണ്. എന്തായാലും രാധികയെ തേടി നല്ല ഒരു ഓർഡർ തന്നെ വരും. രാധിക ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. ആറ്റുവാശ്ശേരി സദ്യ അങ്ങനെ ഉയരങ്ങളിലേക്ക് പറക്കുക തന്നെ ചെയ്യും. അവളുടെ മനസ്സിൻ്റെ നന്മ അവൾ വിളിക്കുന്ന അവളുടെ കൃഷ്ണൻ കേൾക്കാതിരിക്കുവോ? അമ്പാടി കണ്ണനല്ലേ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി അവസാനം അവളുടെ കണ്ണൻ അവളുടെ സങ്കടങ്ങളെല്ലാം മാറ്റിക്കൊടുക്കും. അതുപോലെ തന്നെ ശ്യാമയുടെ അസുഖം അവിടെ മാറും. ഇനി എന്തൊക്കെ ഊർമിള അവിടെ കിടന്ന് കളിച്ചാലും അതിൽ നിന്നെല്ലാം ശ്യാമയുടെ ആ പുണ്യപ്രവർത്തികളെല്ലാം മനസ്സിലാക്കിയ ഭഗവാൻ ശ്യാമ ആരാണെന്നുള്ള തിരിച്ചറിവ് ശ്യാമയ്ക്കുണ്ടാകും. അവിടെ ഉള്ളവരങ്ങനെ ശ്യാമയെ തിരിച്ചറിയുകയും ചെയ്യും എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.